ലോകം ഓഡിയോ സ്റ്റോറികളിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ഉള്ളടക്കം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ലോകം മുഴുവൻ അറിയുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ശാസ്ത്രത്തിനപ്പുറം അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതേ, അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപരമായ ലാളിത്യം, മനുഷ്യത്വം, അതിനെക്കുറിച്ചാണ് നമ്മൾക്ക് കിട്ടിയ ഈ വിവരങ്ങൾ പറയുന്നത്. ശരിയാണ്. E=mc² ഒക്കെ നമുക്കറിയാം. പക്ഷേ ഈ കഥ, ഐൻസ്റ്റീന്റെ ഡ്രൈവർ, ഒരു വിസ്മയ പ്രഭാഷണം എന്നറിയപ്പെടുന്ന സംഭവം, അത് വേറെ തന്നെ ഒരു തലമാണ് കാണിക്കുന്നത്. തീർച്ചയായും. ഐൻസ്റ്റീൻ ഒരു യൂണിവേഴ്സിറ്റി പ്രഭാഷണത്തിന് ട്രെയിനിൽ പോവുകയായിരുന്നു. കൂടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഡ്രൈവറും വർഷങ്ങളായി കൂടെയുള്ള ആളാണ്, അല്ലേ? അതെ, ഒരു സാധാരണക്കാരൻ. പക്ഷെ ഐൻസ്റ്റീന്റെ പ്രഭാഷണങ്ങൾ സ്ഥിരം കേൾക്കുന്നൊരാൾ. അപ്പോഴാണ് യാത്രക്കിടയിൽ ഈ ഡ്രൈവർ ഒരു നിർദ്ദേശം വയ്ക്കുന്നത്. സാർ, അടുത്ത തവണ ഞാൻ പ്രസംഗിച്ചാലോ അങ്ങയുടെ വേഷത്തിൽ എന്ന്. എനിക്ക് പ്രസംഗം ഏതാണ്ട് മനപ്പാടമാണ്. ചോദ്യം വന്നാൽ മാത്രം സർ ഉത്തരം പറഞ്ഞാൽ മതിയെന്ന്. ഐൻസ്റ്റൈൻ എന്തു ചെയ്തു? പുള്ളി ചിരിച്ചുകൊണ്ട് ആ തമാശയന്ന് സമ്മതിച്ചു. അതെ, ആ ഡ്രൈവറുടെ ഒരു ആത്മവിശ്വാസം കണ്ടിട്ട് ഒരു കൗതുകം തോന്നിയിട്ടുണ്ടാവും. ശരിക്കും. എന്നിട്ട് അവരെ ആ യൂണിവേഴ്സിറ്റിയിലെത്തിയിട്ട് വേഷം മാറി. ഐൻസ്റ്റൈൻ ഡ്രൈവറുടെ വേഷത്തിലും ഡ്രൈവർ ഐൻസ്റ്റൈന്റെ വേഷത്തിലും. ആരും തിരിച്ചറിഞ്ഞില്ല എന്നതാണ് രസം. എന്നിട്ട് ഡ്രൈവർ ഐൻസ്റ്റീൻ എന്ന പേരിൽ സ്റ്റേജിൽ കയറി. താൻ കേട്ടുപഠിച്ച പ്രസംഗം ഒരു തെറ്റുമല്ലാതെ അങ്ങ് അവതരിപ്പിച്ചു. സദസ്സ് നല്ല ശ്രദ്ധയോടെ കേട്ടിരുന്നു. യഥാർത്ഥ ഐൻസ്റ്റൈനോ? പുള്ളി ഒരു സാധാരണക്കാരനെ പോലെ സദസ്സിലിരുന്ന് ഇത് കാണുന്നു. ഒരുപക്ഷെ അത്ഭുതപ്പെടുന്നുണ്ടാവാം. പക്ഷെ കഥ അവിടെ തീർന്നില്ല. ഇല്ല. പ്രസംഗം കഴിഞ്ഞു. പിന്നെ ചോദ്യോത്തരവേളയാണ്. ഒരു പ്രൊഫസർ എഴുന്നേറ്റ് ഭൗതികശാസ്ത്രത്തിലെ ഒരു സങ്കീർണമായ ചോദ്യം ചോദിക്കുന്നത്. ഡ്രൈവർക്ക് ഉത്തരം അറിയില്ല. സ്വാഭാവികം. ശരിക്കും അവിടെ ഒന്ന് പതറേണ്ടതാണ്. പക്ഷെ പുള്ളി പതറിയോ? ഇല്ല. അതാണ് ആ സംഭവത്തിന്റെ ഒരു ഭംഗി. പുള്ളി വളരെ ശാന്തനായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓഹ്, ഈ ചോദ്യമോ? ഇത് വളരെ സിമ്പിളാണല്ലോ. ഇതിന്റെ ഉത്തരം എന്റെ ഡ്രൈവർക്ക് പോലും അറിയാം. എന്നിട്ടോ? ഞാൻ അദ്ദേഹത്തെ വിളിക്കാം എന്നു പറഞ്ഞു. സദസ് ആകെ അമ്പരന്നു കാണും. തീർച്ചയായും. അപ്പോ ഡ്രൈവറുടെ വേഷത്തിലുള്ള യഥാർത്ഥ ഐൻസ്റ്റൈൻ എഴുന്നേറ്റു. അതെ, വേദിയിലേക്ക് വന്നു. ഒരു ചിരിയോടെ ആ പ്രൊഫസറുടെ ചോദ്യത്തിന് കൃത്യമായ, വ്യക്തമായ ഉത്തരം നൽകി. അപ്പോഴാണ് സദസ്സിന് കാര്യം മനസ്സിലാവുന്നത്. അവർക്ക് ആശ്ചര്യമായിട്ടുണ്ടാവും. ഐൻസ്റ്റൈന്റെ ആ ഒരു ലാളിത്യം, ആ ഒരു മനുഷ്യത്വം. ഒരു ഡ്രൈവർക്ക് തന്റെ സ്ഥാനം വിട്ടുകൊടുക്കാനുള്ള വലിയ മനസ്സ്, അതിനെ എല്ലാവരും അഭിനന്ദിച്ച് കാണണം. തീർച്ചയായും. ഇത് ഐൻസ്റ്റൈന്റെ പ്രതിഭയുടെ കൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു മാനുഷികമായ വശം കൂടി എടുത്തു കാണിക്കുന്നു. അതെ, ശരിക്കും പറഞ്ഞാൽ അറിവാർക്കും നേടാം. പക്ഷേ ഒരാളെ യഥാർത്ഥത്തിൽ മഹാനാക്കുന്നത് ഒരുപക്ഷെ ഈ ലാളിത്യവും മനുഷ്യത്വവുമാണ്. ശരിയാണ്. അറിവിന്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോഴും സാധാരണക്കാരനായിരിക്കാൻ, മറ്റൊരാളുടെ ചെറിയ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈയൊരു വിനയം, ഈയൊരു സമീപനം അദ്ദേഹത്തിന്റെ ശാസ്ത്രചിന്തകളെപ്പോലും സ്വാധീനിച്ചിട്ടുണ്ടാവുമോ? സാധ്യതയുണ്ട്. കാരണം സങ്കീർണമായ കാര്യങ്ങളെ ലളിതമായി അവതരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ. ഒരുപക്ഷേ ഈ ലാളിത്യം അതിനും സഹായിച്ചിരിക്കാം. അപ്പോ ഐൻസ്റ്റൈൻ എന്ന ശാസ്ത്രജ്ഞനെ നമ്മൾ ഓർക്കുമ്പോൾ ഈയൊരു മുഖം കൂടി ഓർക്കണമല്ലേ? തീർച്ചയായും. പ്രതിഭാശാലി മാത്രമല്ല, വളരെ വിനയമുള്ള, സ്നേഹമുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. ഐൻസ്റ്റൈൻ എന്ന വ്യക്തിത്വത്തിന്റെ മറ്റൊരു തലം കാണിച്ചു തന്ന ഒരു സംഭവമാണിത്. ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യഥാർത്ഥ പ്രതിഭ എന്ന് പറയുന്നത് ഉത്തരങ്ങൾ നൽകാനുള്ള കഴിവ് മാത്രമാണോ? അതോ മറ്റൊരാളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അവർക്കൊരു അവസരം കൊടുക്കുന്ന ആ മനോഭാവം കൂടിയാണോ പ്രധാനം? അതൊരു നല്ല ചോദ്യമാണ്. ചിന്തിക്കേണ്ട ഒന്ന്. കഥാലോകം ഓഡിയോ സ്റ്റോറികൾ കേട്ടതിന് നന്ദി. കൂടുതൽ ഇതുപോലെയുള്ള കഥകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം.